എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 എൻ പ്രേമഗീതമാ എൻ യേശുനാഥാ നീ എൻ പ്രേമഗീതമാ എൻ യേശുനാഥാ നീ എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സച്ചിൻ കപ്പൂച്ചിൻ സഭയിലെ അംഗമാണ്. കപ്പൂച്ചിൻ സഭയുടെ മലബാർ പ്രൊവിൻസിലെ പാവനാത്മ പ്രൊവിൻസ് എന്നറിയപ്പെടുന്ന ഞങ്ങളുടെ മലബാർ പ്രൊവിൻസിലെ ഒരംഗമാണ് ഞാൻ തിരുപ്പട്ടം സ്വീകരിച്ചത് 2025 നവംബർ മാസത്തിൽ 8-ാം തീയതിയാണ്. തിരുപ്പട്ടം സ്വീകരിച്ചൊരു 6-7 മാസങ്ങളാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ ആലക്കോടിനടുത്തുള്ള റേറോം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഞങ്ങളുടെ ആത്മബോധി എന്നു പേരായ യൂത്ത് സെൻറ്ററിലാണ്. അവിടുത്തെ ഒരംഗമായിട്ട് യുവജനങ്ങൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് നയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ വീട് വയനാട് ജില്ലയിലാണ്. വയനാട് സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന ഇടവകയിലാണ് എൻ്റെ വീട്. അവിടെ ബീനാച്ചി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളായിരിക്കുന്നത്. വീട്ടിൽ ഞാനും പപ്പയുണ്ട്, അമ്മയുണ്ട്, അതുപോലെ തന്നെ ഒരു ചേട്ടനും ചേച്ചിയുണ്ട്. ഞാൻ എൻ്റെ വീട്ടിലെ ഇളയ ആളാണ്. ചേട്ടനാണ് ഏറ്റവും മൂത്തത്. ചേട്ടൻ എന്നെക്കാളും 9 വയസ്സ് മൂത്ത ആളാണ്. തൊട്ട് താഴെ ചേച്ചി. ചേട്ടനും ചേച്ചിയും തമ്മിൽ 1 വയസ്സ് വ്യത്യാസമുള്ളൂ. ചേച്ചി ഉണ്ടായതിന് ശേഷം ഒരു 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഉണ്ടാവുന്നത്. ഒരു ലേറ്റ് ചൈൽഡാണ് ഞാൻ. ചേട്ടനും ചേച്ചി ഇപ്പോൾ അവരുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് കുടുംബമായി യൂറോപ്പിലാണുള്ളത്. വീട്ടിൽ അപ്പനും അമ്മയാണ് ജീവിക്കുന്നത്. ഞാൻ 2013 സെമിനാരി ചേരുന്നത്. കണ്ണൂർ പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഞങ്ങളുടെ മൈനർ സെമിനാരിലാണ് ഞാൻ എൻ്റെ കപ്പൂച്ചിൻ സഭയിലുള്ള പഠനം ആരംഭിക്കുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ വീടും കുടുംബാംഗങ്ങളും കുടുംബാന്തരീക്ഷവും എൻ്റെ ദൈവവിളിയിൽ എന്നെ ഒത്തിരി അധികം സഹായിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരപ്പനും അമ്മയും പള്ളിയോടും ദൈവത്തോടൊക്കെ വലിയ സ്നേഹവും ആദരവും ആഭിമുഖ്യമുള്ള ഒരപ്പനും അമ്മയും കുടുംബാംഗങ്ങളെയും കിട്ടിയത് തന്നെയാണ് ദൈവവിളിയിലേക്ക് വളരുന്നതിൽ എന്നെ ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ളത്. ഞാൻ പള്ളിയായിട്ട് ചേർന്ന് തന്നെയാണ് എൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. മാതാപിതാക്കൾ പറ്റുമ്പോഴൊക്കെ ദേവാലയത്തിലേക്ക് പോകുമായിരുന്നു, പള്ളിയിൽ പോകുമായിരുന്നു. പള്ളിയിൽ പോകാനായിട്ട് എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിരുന്നു.
ശരിക്കും ദേവാലയമായിട്ടൊരു വലിയ ബന്ധവും അൾത്താരയായിട്ട് വലിയൊരു ആഭിമുഖ്യമൊക്കെ എനിക്ക് ഉണ്ടാകുന്നത് എൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിന് ശേഷമാണ്. ആദ്യ കുർബാന സ്വീകരണത്തിന് ശേഷം ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യ കുർബാന സ്വീകരിക്കുന്നത്. അതിനുശേഷമാണ് അൾത്താരപാലനായിട്ട് പള്ളിയിൽ ചേരുന്നത്. പിന്നെ അൾത്താരപാലനായിട്ട് സ്ഥിരം പറ്റുന്ന ദിവസങ്ങളെല്ലാം തന്നെ പള്ളിയിൽ പോകാനായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോൾ ഒത്തിരി ഇഷ്ടമായിരുന്നു അൾത്താരയിൽ കയറാൻ വേണ്ടിയിട്ടും കുർബാനയിൽ സഹായിക്കാൻ വേണ്ടിയിട്ടും. ഇങ്ങനെ അച്ഛന്മാർ പറയുമായിരുന്നു അൾത്താരപാലന്മാർക്ക് മാലാഖമാരുടെ സ്ഥാനമാണെന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടമായിരുന്നു പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട്. ഒപ്പം തന്നെ പള്ളിയിൽ പോയിട്ട് നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പം ആ ദിവസത്തിനൊരു പ്രത്യേകതയുള്ളതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പള്ളിയിൽ പോവാതെ സ്കൂളിൽ പോകുന്ന ദിവസവും പള്ളിയിൽ പോയിട്ട് സ്കൂളിൽ പോകുന്ന ദിവസവും ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് സാധിക്കുമ്പോൾ ഒക്കെ പള്ളിയിൽ പോകുമായിരുന്നു. ഞങ്ങളുടെ വീട് പള്ളിയിൽ നിന്ന് ഒത്തിരി ദൂരെയായിരുന്നു, ഒരു 5-6 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ ചില ദിവസങ്ങളിൽ നടന്നു പോകുമായിരുന്നു, ചില ദിവസങ്ങളിൽ പകുതി നടക്കും, പകുതി ബസ്സിന് പോകും. ഒത്തിരി ദൂരം ഉണ്ടെങ്കിലും പോയി വരുന്നത് വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ എന്നും പള്ളിയിൽ പോകുമായിരുന്നു. എൻ്റെ ദേവിളിയുടെ ഒരു സ്പ്രൗട്ടിംഗ് പോയിൻ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ആദ്യ കുർബാനയ്ക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സിസ്റ്റർ നൽകിയൊരു പ്രാർത്ഥനയാണ്. ആദ്യ കുർബാനയ്ക്ക് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സിസ്റ്റർ എനിക്ക് പ്രാർത്ഥന നൽകിയിട്ട് പറഞ്ഞു, മോനെ നീ എന്നും ഈ പ്രാർത്ഥന ചൊല്ലണം, നീ ഒരു നല്ല വൈദികനാവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കണം, അതിനു വേണ്ടിയിട്ട് എന്നും ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ദൈവവിളിക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥനയായിരുന്നു. എൻ്റെ മനസ്സിലിപ്പോഴും ആ ഒരു ചിത്രവും പ്രാർത്ഥനയൊക്കെ ഓർമ്മയുണ്ട്. ഒരു മഞ്ഞ കാർഡാണത്. അതിൻ്റെ ഒരു വശത്ത് ഉണ്ണീശോ ഇങ്ങനെ ഒരു ആടിനെയും പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ചിത്രമാണ്. മറുവശത്തൊരു പ്രാർത്ഥന അച്ചടിച്ചിട്ടുണ്ട്, ഇങ്ങനെ ലോകാവസാനം വരെ ഞാനെന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്ത ഈശോയെ എന്ന് പറഞ്ഞ് തുടങ്ങുന്നൊരു പ്രാർത്ഥനയാണ്. അപ്പം അന്ന് സിസ്റ്റർ തന്ന ആ പ്രാർത്ഥന ഞാൻ 10ാം ക്ലാസ്സിലെത്തി, അതായത് ഒരു 7 വർഷത്തോളം ഞാൻ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീട്ടിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ ദൈവവിളിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളൊരു പ്രാർത്ഥന അത് തന്നെയാണ്. എല്ലാ ദിവസവും ദൈവവിളിക്ക് വേണ്ടിയിട്ടുള്ള ഈ പ്രാർത്ഥന ആഗ്രഹത്തോടു കൂടിയാണെങ്കിലും അല്ലെങ്കിലും എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. കാരണം ദൈവവിളിയിൽ നിന്ന് അകന്നു പോകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അച്ഛനാവണമെന്ന് ആഗ്രഹിക്കാതിരുന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ കൂട്ടുകാരുടെ കൂടെയൊക്കെ കൂടി വഴിതെറ്റിപ്പോയ സമയങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ എപ്പോഴും തിരിച്ചു വരാനായിട്ട് എന്നെ സഹായിച്ചത് ഈ ഒരു പ്രാർത്ഥനയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റേതൊരു ഫ്രാൻസിസ്കൻ ദൈവവിളിയായിരുന്നു, ഒരു ഫ്രാൻസിസ്കൻ വൊക്കേഷൻ. അതായത് വെറും ഒരു വൈദികനാകാൻ വേണ്ടിയിട്ടല്ല എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്. വെറും ഒരു വൈദികനാകാൻ വേണ്ടിയിട്ടായിരുന്നില്ല എൻ്റെ ആഗ്രഹം. ഒരു ഫ്രാൻസിസ്കൻ വൈദികനാകണം, ഒരു കപ്പൂച്ചിൻ വൈദികനാകണം എന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. ഒരു കപ്പൂച്ചിനാകണം, ഫ്രാൻസിസ്കൻ ആകണം എന്ന് ഞാൻ തീരുമാനം എടുത്തതിന് പിന്നിൽ കാരണം ഞാൻ വായിച്ചൊരു പുസ്തകമാണ്. അത് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവചരിത്രമാണ്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. ജീവിക്കുന്നെങ്കിൽ ഫ്രാൻസിസിനെ പോലെ ജീവിക്കണം, അസീസിലെ ഫ്രാൻസിസിനെ പോലെ ആവണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഞാൻ ഈ കപ്പൂച്ചിൻ ദൈവവിളി സ്വീകരിക്കുന്നത്. അപ്പം അത് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതിന് പിന്നിൽ അസീസിലെ ഫ്രാൻസിസ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണെന്ന് ഒന്ന് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയമാണ്, 4, 5 പഠിക്കുന്ന സമയമാണ്. ഒരു ദിവസം നന്നായിട്ട് പനി പിടിച്ച് വീട്ടിൽ കിടക്കുകയാണ്. അപ്പോൾ പനി പിടിച്ച് കിടക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമില്ല. TV കാണലാണ് ഏറ്റവും ഇഷ്ടമുള്ള വിനോദം. TV കാണാനായിട്ട് മമ്മി സമ്മതിക്കില്ല. പനി പിടിച്ച് കിടക്കുമ്പോൾ അത് നല്ലതല്ല എന്ന് പറയും. പിന്നെ പുറത്തിറങ്ങാനും പറ്റില്ല, കളിക്കാൻ പോകാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ 2-3 ദിവസം റെസ്റ്റ് എടുത്തു. അപ്പോൾ ഇങ്ങനെ പനി വിട്ടുമാറുന്ന സമയമാണ്. ഒന്നും ചെയ്യാനില്ലാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ മേശപ്പുറത്തേക്ക് നോക്കിയപ്പം അമ്മ ഒരു ടീച്ചറായിരുന്നു, ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. അപ്പം മമ്മി സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച കുറേ ലൈബ്രറി പുസ്തകങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ പുസ്തകങ്ങൾ ഓരോന്നും എടുത്ത് മറിച്ച് നോക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ആ കൂട്ടത്തിൽ ഞാൻ കണ്ടെത്തിയൊരു പുസ്തകത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു, അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. എന്തോ ആ പുസ്തകത്തോട് വലിയൊരു ഇഷ്ടം തോന്നി, ഒരു പ്രിയം തോന്നി. ഒരു 4ാം ക്ലാസ്സുകാരൻ്റെ കൗതുകത്തോടും
ആകാംക്ഷയോടും കൂടെ ആ പുസ്തകം വായിച്ചു. വേഗം തന്നെ വായിച്ചു തീർത്തു ആ പുസ്തകം. എന്താണെന്നറിയില്ല, ആ പുസ്തകത്തിൽ കണ്ട ആളെ, കേട്ട ആളെ, മനസ്സിലാക്കിയ ആളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. അത് മനസ്സിലെപ്പോഴോ വല്ലാതെ പതിഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ഈ ഒരു പുണ്യവാളനെക്കുറിച്ച് വീട്ടുകാരോടൊക്കെ പറയുമായിരുന്നു. പക്ഷേ കാലങ്ങൾ കടന്നുപോയി, പനിയൊക്കെ മാറി ഉഷാറായി കഴിഞ്ഞപ്പോൾ ആ പുണ്യവാളനെയൊക്കെ ഞാൻ മറന്നുപോയി. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഒരു ഇമേജ്, അസീസിയിലെ ഫ്രാൻസിസിൻ്റെ ആ ഒരു ചിത്രം അങ്ങനെ എൻ്റെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ, എൻ്റെ ഒരു ഉള്ളിൽ എവിടെയോ ഉടക്കി കിടപ്പുണ്ടായിരുന്നു, പതിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അത് പുറത്ത് വരുന്നത് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ്. എനിക്ക് തോന്നുന്നത് അതൊരു ദൈവത്തിൻ്റെ ഒരു വിളിയുടെ എൻ്റെ ദൈവവിളിയുടെ ഒരു ആദ്യത്തെ ഘട്ടമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ദൈവം എന്നെ വിളിച്ചതിൻ്റെ ആദ്യ ഒരു ഘട്ടമായിരുന്നു മനസ്സിലാക്കുക. പിന്നീട് ഒരു 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ്, 7 പഠിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ പള്ളിയിലേക്ക് ആദ്യമായിട്ടൊരു കപ്പൂച്ചിൻ വൈദികൻ കടന്നു വരുന്നത്. ഞാൻ അന്ന് വരെ കണ്ടിട്ടുള്ളത് ഇങ്ങനെ വെള്ള ഉടുപ്പിട്ട അച്ഛന്മാരെയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാപ്പി കളർ ഉടുപ്പിട്ട ഒരു അച്ഛൻ, അരയിലൊരു കയറും കഴുത്തിലൊരു തൊപ്പിയൊക്കെ ആയിട്ട് ഒരു അച്ഛനെ കാണുന്നത്. അപ്പോൾ ആദ്യം കണ്ടപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, കൗതുകം ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള അച്ഛന്മാരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അല്പം അകലം അദ്ദേഹത്തിൽ നിന്ന് പാലിക്കാനായിട്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു, അൾത്താരബാലനാണെങ്കിൽ പോലും. പക്ഷെ പതിയെ പതിയെ അദ്ദേഹം നല്ല കുട്ടികളുടെയൊക്കെ നല്ലൊരു കൂട്ടുകാരനാണെന്ന് മനസ്സിലായി. അദ്ദേഹത്തോട് കൂടുതൽ കൂട്ടുകൂടാൻ വേണ്ടി തുടങ്ങി, സംസാരിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അദ്ദേഹമായിട്ട് കൂടുതൽ കമ്പനി ആയപ്പം അച്ഛനിങ്ങനെ ഫ്രാൻസിസിനെ കുറിച്ച് പറഞ്ഞു തരുമായിരുന്നു ഞങ്ങളോട്. അദ്ദേഹത്തിൻ്റെ കപ്പൂച്ചിൻ ആശ്രമത്തിൽ ഞങ്ങളെ ഇടയ്ക്ക് അവധി ദിവസങ്ങളിലൊക്കെ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അദ്ദേഹം വായിക്കാനായിട്ട് ഒരു ചെറിയൊരു ചിത്രകഥ തരികയാണ്. അത് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ചുള്ളൊരു ചിത്രകഥയായിരുന്നു. ആ പുസ്തകം വായിച്ച ദിവസവും സമയമൊക്കെ എനിക്ക് ഇന്നും നല്ല ഓർമ്മയുണ്ട്. അന്നിങ്ങനെ വീടിൻ്റെ പെയിൻറ്റിങ് പണി നടക്കുന്ന സമയമാണ്. അപ്പോൾ വീടിൻ്റെ താഴത്തെ നിലയിൽ ചേട്ടൻ്റെ മുറിയിലാണ് ഞാനിങ്ങനെ ഈ പുസ്തകം ഇരുന്ന് വായിക്കുന്നു. പുസ്തകം വായിച്ച് തീർത്തതും ഇങ്ങനെ വല്ലാത്തൊരു ഇൻസ്പിറേഷൻ, വല്ലാത്തൊരു സ്വാധീനം ഈ വിശുദ്ധൻ എൻ്റെ ജീവിതത്തിൽ ചെലുത്തുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. പുസ്തകം അടച്ചു വയ്ക്കുന്നു, മുട്ടുകുത്തി കൈവിരിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ, കുറേ നേരം അങ്ങനെ നിൽക്കുന്നതൊക്കെ ഞാനിങ്ങനെ ഓർക്കുകയാണ്. കാരണം അന്ന് വരെ ഒരു മനുഷ്യനും അല്ലെങ്കിൽ വായിച്ച ഒരു പുസ്തകങ്ങളും കണ്ടതോ കേട്ടതോ ആയിട്ടുള്ള കഥാപാത്രങ്ങളൊന്നും എന്നെ ഇത്രമാത്രം സ്വാധീനിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഉള്ളിൽ ഉടക്കിക്കിടന്ന ആ ഒരു ഫ്രാൻസിസിൻ്റെ, ഉള്ളിലിങ്ങനെ പൊടി പിടിച്ച് കിടന്ന ഫ്രാൻസിസിൻ്റെ ആ ഒരു ചിത്രം ഇങ്ങനെ ആ പുസ്തകം വായിച്ചപ്പോൾ ഇങ്ങനെ പൊടി മാറി, പുകപടലങ്ങളൊക്കെ മാറി ഇങ്ങനെ തെളിഞ്ഞു വന്ന ഒരു സമയമായിരുന്നു അത്. അതെ, ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിക്കുകയാണ്, ജീവിക്കുന്നെങ്കിൽ ഈ മനുഷ്യനെ പോലെ ജീവിക്കണം, മരിക്കുന്നെങ്കിൽ ഈ മനുഷ്യനെ പോലെ മരിക്കണമൊക്കെ. അപ്പോൾ ഫ്രാൻസിസ് അത്രയും വലിയൊരു സ്വാധീനമായിരുന്നു, അത്ര വലിയൊരു ഇഷ്ടമായിരുന്നു. ഫ്രാൻസിസ് എന്നും ഒരു വികാരമാണ്. പ്രത്യേകിച്ച് ഈ ഒരു വർഷം ആഗോള കത്തോലിക്ക സഭ ഫ്രാൻസിസ്കൻ വർഷമായിട്ട് ആഘോഷിക്കുകയാണ്. ലിയോ മാർപ്പാപ്പ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ 800ാം സ്വർഗപ്രവേശനത്തിൻ്റെ 800ാം വാർഷികത്തോടനുബന്ധിച്ച് ഈ ജനുവരി 10 മുതൽ അടുത്ത ജനുവരി 10 വരെ ഫ്രാൻസിസ്കൻ വർഷമായിട്ട് ആഘോഷിക്കുകയാണല്ലോ. അപ്പം ഈ ഒരു പുണ്യവാളനാണ് എൻ്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വിശുദ്ധനെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. അപ്പോൾ ഈ വിശുദ്ധൻ്റെ ജീവിതം എന്നെ സ്വാധീനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിങ്ങനെ സെമിനാരിയിൽ ചേരാനൊക്കെ ആയിട്ട് തീരുമാനിക്കുന്നത്. സെമിനാരിയിൽ ചേരാനായിട്ടുള്ള ഇഷ്ടവും ആഗ്രഹമൊക്കെ വീട്ടുകാരോട് പറഞ്ഞപ്പം അവരെപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം വളരെ ഒരു സ്പിരിച്വലായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിലൊരു കുടുംബമായിരുന്നു എൻ്റേത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു എതിർപ്പോ ബുദ്ധിമുട്ടോ ഒന്നും പപ്പയുടെ ഭാഗത്തുനിന്നോ അമ്മയുടെ ഭാഗത്തുനിന്നോ ഒന്നും കാര്യമായിട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. അവർ എപ്പോഴും അതിനെ താല്പര്യത്തോടെയും സ്നേഹത്തോടെയും കൂടെ തന്നെയാണ് എൻ്റെ ദൈവവിളിയോടുള്ള ആഭിമുഖ്യത്തെ കണ്ടിട്ടുള്ളത്. പക്ഷേ എങ്കിലും ഇളയ മകനാണ്, വൈകിയുണ്ടായൊരു മകനാണ്, വയസ്സുകാലത്ത് കൂടെ ഉണ്ടാകുന്നവർ ചിന്തിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് പോരുന്ന ആ ദിവസങ്ങളിലൊക്കെ കുറച്ച് വിഷമവും വേദനയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ പട്ടത്തിന് ശേഷമുള്ള നന്ദി പ്രസംഗത്തിൽ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, അത് തന്നെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ തലേദിവസം സെമിനാരി ചേരുന്നതിൻ്റെ തലേദിവസം അമ്മ ഇങ്ങനെ കഞ്ഞി വിളമ്പി തന്നുകൊണ്ടിരിക്കുകയാണ് രാത്രി. പെട്ടെന്നിങ്ങനെ എല്ലാവർക്കും കഞ്ഞി വിളമ്പി തരുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു തവി കഞ്ഞി ഒഴിച്ചപ്പം പെട്ടെന്ന് അമ്മ പൊട്ടിക്കരഞ്ഞു പോവുകയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല, ഇത് എന്തിനാണ് മമ്മി കരയുന്നത്? ഇത്രയും നേരം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ആരും ഒന്നും പറഞ്ഞില്ല, എന്താ പ്രശ്നം അറിയില്ല. അമ്മയോട് ചോദിച്ചു, എന്താ പറ്റിയേ അമ്മി? അപ്പം ഒന്നുമില്ല, സന്തോഷം കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ആ കണ്ണീരിങ്ങനെ കടിച്ചമർത്തുന്ന അമ്മയെ ഞാൻ കണ്ടത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം ചങ്ക് പൊട്ടുന്ന വേദനയോടുകൂടിയാണെങ്കിലും തങ്ങളുടെ മക്കളെ ഇങ്ങനെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച കുറേ അപ്പന്മാരുടെയും അമ്മമാരുടെയും കഥകളുണ്ട് ഓരോ ദൈവവിളിക്കും പിന്നിൽ എന്ന് സ്നേഹത്തോടെ ഓർക്കുകയാണ്. കണ്ടാലും ഇത്ര വലിയ കരുണ എന്നിൽ ചൊരിഞ്ഞ
പിഴിഞ്ഞെടുത്തൻ കറകൾ കഴുകി നന്നായി, കണ്ടാലും ഇത്ര വലിയ കരുണ എന്നിൽ ചൊരിഞ്ഞ, ചങ്കു പിഴിഞ്ഞെടുത്തൻ കറകൾ കഴുകി നന്നായി, ആളൊഴിഞ്ഞ വീടു പോലിരുന്നെൻ്റെ ആയുസ്സിനെ രാജകോലാഹലം കൊണ്ടു നിറച്ചു ജീവിപ്പിച്ചേ. ആനന്ദത്തോടെ ആടും എൻ കാൽകൾ, ആനന്ദത്തോടെ ആടും, ആനന്ദത്തോടെ ആടും എൻ കാൽകൾ, ആനന്ദത്തോടെ ആടും, ആനന്ദത്തോടെ ആടും എൻ കാൽകൾ, ആനന്ദത്തോടെ ആടും, ആനന്ദത്തോടെ ആടും എൻ കാൽകൾ, ആനന്ദത്തോടെ ആടും. അങ്ങനെ 2013 ഞാൻ സെമിനാരിൽ ചേരുന്നത് പയ്യന്നൂരുള്ള അമലഗിരി എന്ന് പറയുന്ന ഞങ്ങളുടെ മൈനർ സെമിനാരിയിലാണ്. പല സ്ഥലങ്ങളിലായിട്ടായിരുന്നു ഞങ്ങൾക്ക് ഫോർമേഷൻ. ഏകദേശം 13 വർഷത്തോളം ഉണ്ട് ഒരു കപ്പൂച്ചിൻ അച്ഛനായി തീരാൻ വേണ്ടിയിട്ട്. പയ്യന്നൂർ ഒരു വർഷം ഞങ്ങൾ പഠിച്ചു. പിന്നീടുള്ള 2 വർഷങ്ങൾ ബത്തേരിയിലാണ് പഠിച്ചത്. അവിടെയാണ് +1 +2 ചെയ്തത്. പിന്നെ ഞങ്ങൾക്ക് 2 വർഷങ്ങൾ പ്രീ നോവിഷ്യേറ്റ് എന്ന് പറയുന്ന ഒരു വർഷവും നോവിഷ്യേറ്റ് എന്ന് പറയുന്ന ഒരു വർഷമാണ്. പ്രഥമ വ്രതവാഗ്ദാനത്തിനും അതുപോലെ തന്നെ ഈ ഒരു തിരുവസ്ത്രം സ്വീകരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിനായിട്ടുള്ള വർഷങ്ങളാണ് പ്രത്യേകിച്ചും ഈ 2 വർഷങ്ങൾ, പ്രീ നോവിഷ്യേറ്റും നോവിഷ്യേറ്റും. തുടർന്നുള്ള 3 വർഷങ്ങൾ ഞങ്ങൾക്ക് ഫിലോസഫി പഠന കാലഘട്ടമാണ്. അത് തൃശ്ശൂരാണ് ചെയ്തത്. പിന്നീട് ഞങ്ങൾക്ക് കപ്പൂച്ചിൻ സഭയ്ക്ക് മാത്രമുള്ളൊരു സവിശേഷതയാണ് ഞങ്ങളുടേതായിട്ടുള്ളൊരു പ്രത്യേകമായിട്ടുള്ള റീജൻസി. അതിനുശേഷം ഞങ്ങൾക്ക് തിയോളജി പഠനത്തിനുള്ള സമയമാണ്. കപ്പൂച്ചിൻ സഭയിലെ ഫോർമേഷനെ മറ്റ് സഭകളിലെ ഫോർമേഷനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും അധികം വ്യത്യസ്തമാകുന്നത് ഞങ്ങളുടെ റീജൻസി കാലഘട്ടം തന്നെയാണ്. ഈ സാധാരണ ആളുകളുടെ ബുദ്ധിമുട്ടും വേദനയും കഷ്ടപ്പാടുകളൊക്കെ മനസ്സിലാക്കാനും കൂടുതൽ ജീവിതാനുഭവങ്ങളൊക്കെ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക കാലഘട്ടമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ റീജൻസി സമയം. ഈ സമയത്ത് സാധാരണഗതിയിൽ ഞങ്ങൾക്ക് ഒരു 6-7 പേരെ ഒരു വീട്ടിലാക്കും. ഏതെങ്കിലും ഒരു കൊച്ചു ഗ്രാമത്തിൽ ഞങ്ങൾക്കൊരു വീട് എടുത്തു തരും. അവിടെ ആ ഒരു വീട്ടിൽ ഞങ്ങളെ ആക്കും. ഞങ്ങൾക്ക് അവിടെ വേണ്ട സാധന സാമഗ്രികളോ വേണ്ട പണമോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഞങ്ങൾ തന്നെ എന്തെങ്കിലും ജോലികൾക്ക് പോകണം. ജോലികളെന്ന് പറഞ്ഞാൽ സാധാരണ ജോലികൾ, കൂലിപ്പണിക്കും അത്തരത്തിലുള്ള സാധാരണ ആളുകൾ ചെയ്യുന്ന, ഏറ്റവും പാവപ്പെട്ടവരായിട്ടുള്ള മനുഷ്യർ ചെയ്യുന്ന ജോലികൾക്കൊക്കെ പോകണം. അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് വേണം ഞങ്ങൾ ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ചിലവഴിച്ചൊരു സമയമായിരുന്നു ഞങ്ങളുടെ റീജൻസി കാലഘട്ടം. ഒപ്പം തന്നെ കൂടുതൽ ജീവിതാനുഭവങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളെ കുറച്ചധികം കാലം മുക്കുവരുടെ കൂടെ, ഫിഷർ ഫ്ലോക്കിൻ്റെ കൂടെ തിരുവനന്തപുരത്തെ കടപ്പുറത്ത്, ഞങ്ങളായിരുന്നത് പൂന്തുറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുത്തെ കടപ്പുറത്തെ ആളുകളുമായിട്ട് ചിലവഴിച്ച സമയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള കാലഘട്ടമായിരുന്നു. അവിടെ ഞങ്ങളെ ഓരോരുത്തരെയും ഓരോ വീടുകളിലാക്കും. പിന്നെ നമ്മൾ ആ വീട്ടിലെ അംഗത്തെ പോലെയാണ്. ആ കുടുംബത്തിലെ അംഗത്തിനൊപ്പം ജോലിക്ക് പോവുക, കടലിലാണെങ്കിൽ കടലിൽ പണിക്ക് പോവുക, അവരുടെ കൂടെ ചിലവഴിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് ഞങ്ങളെല്ലാവരെ സംബന്ധിച്ച് മറക്കാനാവാത്ത അനുഭവങ്ങളായിരുന്നു. കടലിൽ മീൻ പിടിക്കാനായിട്ട് പോകുന്നതും മീൻ പിടിക്കുന്നതും തിരിച്ചു വരുന്നതും അവിടുത്തെ ആളുകളുമായിട്ടുള്ള ജീവിതവും ആഘോഷങ്ങളും പ്രാർത്ഥനയൊക്കെ അവിസ്മരണീയമായിട്ടുള്ള നിമിഷങ്ങളാണ്. ഒപ്പം തന്നെ ഞാൻ മറക്കാനായിട്ട് ആഗ്രഹിക്കാത്ത മറ്റൊരു സംഭവം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആദിവാസികളും ഒപ്പം ഉള്ള ഒരു ജീവിതമാണ്. ഞങ്ങൾ കൂടുതലായിട്ട് ആദിവാസികളുമായിട്ട് അടുത്തിടപഴകുന്നതും അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഇടയിലേക്ക് പോകുന്നതും അവർക്ക് വേണ്ടി ക്യാമ്പുകളൊക്കെ നടത്തുന്നതൊക്കെ ഞങ്ങൾ അട്ടപ്പാടിയിലായിരുന്ന സമയത്താണ്. അട്ടപ്പാടിക്കടുത്ത് നരസിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾക്കൊരു കപ്പൂച്ചിൻ ആശ്രമമുണ്ട്. അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ ആദിവാസികളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുകയും അവരുടെ ജീവിതമൊക്കെ കൂടുതൽ പഠിക്കാനായിട്ട് അവരുടെ കൂടെ ആയിരിക്കാനൊക്കെ ഞങ്ങൾക്ക് അവസരം ലഭിച്ചത് റീജൻസിയുടെ സമയത്താണ്. പിന്നെ അതുപോലെ തന്നെ റീജൻസി സമയത്ത് അവിസ്മരണീയമാക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ മിഷൻ അനുഭവങ്ങളാണ്. ഞങ്ങൾ വിവിധ പ്രൊവിൻസുകളിലെ സഹോദരങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങൾ ഫോർമേഷനിലായിരിക്കുന്നത്. ഇപ്പോൾ റീജൻസി സമയത്ത് കുറച്ച് മാസങ്ങൾ ഞങ്ങളുടെ ഓരോ പ്രൊവിൻസിൻ്റെയും മിഷൻ ഏരിയകളിലേക്ക് മിഷൻ അനുഭവങ്ങൾക്ക് വേണ്ടിയിട്ട് അയക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പോയത് ഗുജറാത്തിലേക്കാണ്. ഗുജറാത്തിൽ ഒത്തിരി നല്ല അനുഭവങ്ങൾ, ഒത്തിരി നല്ല വൈദികരെ, ഒത്തിരി നല്ല മിഷൻ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കണ്ടുമുട്ടി അവരുടെ കൂടെ ആയിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ കണ്ടുമുട്ടിയ ഒരു വൈദികൻ, അങ്ങനെ ഞാൻ കണ്ടുമുട്ടിയ ചില മനുഷ്യരെ ഞാനിങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ അവരുടെ മുഖങ്ങളിങ്ങനെ കോറിയിടപ്പെട്ടിട്ടുണ്ട്. അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വൈദികൻ്റെ പേരാണ് ഫ്രാൻസിസ്. അദ്ദേഹം ഒരു സീമായി വൈദികനായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇൻചാർജ് ആയിട്ടുള്ള അച്ഛനാണ് ഇദ്ദേഹം സ്ഥാപിച്ച ഒരു സ്കൂളിലേക്ക് അയക്കുന്നത്. അപ്പം എനിക്ക് ഗുജറാത്തി അറിയില്ല, പക്ഷെ അറിയാവുന്ന ഗുജറാത്തിയും ഇച്ചിരി ഹിന്ദിയൊക്കെ വെച്ചിട്ട് ഞങ്ങളെ യാത്രയാക്കുകയാണ്.
അപ്പോൾ ഞങ്ങൾ പോയത് ഗുജറാത്തിലെ സൗത്ത് ഗുജറാത്തിലെ വീഞ്ചിയ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ്. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്, എന്നെ അയച്ചത്. അപ്പോൾ ഞാനവിടെ ആ ഗ്രാമത്തിൽ ചെന്നപ്പോൾ ഞാൻ ചുറ്റും നോക്കുമ്പോൾ കണ്ടത് ഒരു കുഗ്രാമമാണ്, ഒരു കട പോലും ഇല്ലാത്തൊരു ഗ്രാമം. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ ഗ്രാമം എങ്ങനെയാണെങ്കിൽ എന്നെ പറഞ്ഞു വിട്ട ആ സ്കൂൾ എങ്ങനെയായിരിക്കും? അപ്പം ഞാൻ വളരെ മോശമായിട്ടുള്ള അവസ്ഥയായിരിക്കും സ്കൂൾ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഞാനിങ്ങനെ കുറച്ച് ആളുകളോടൊക്കെ ചോദിച്ച് സ്കൂളിലേക്കുള്ള വഴി കണ്ടെത്തി. സ്കൂളിൻ്റെ ഗേറ്റിന് മുന്നിലെത്തിയപ്പോൾ ഞാൻ ശരിക്കും അമ്പരന്ന് പോയി. കാരണം ഞാൻ കണ്ടത് ഒരു വലിയൊരു കമാനവും അതുപോലെ തന്നെ വലിയൊരു സ്കൂൾ കോംപ്ലക്സുമാണ് കണ്ടത്. ഫ്രണ്ടിൽ തന്നെ ഒരു നല്ലൊരു ടർഫ്, സ്വിമ്മിംഗ് പൂള്, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് വോളിബോൾ കോർട്ട്, ബാസ്ക്കറ്റ് ബോൾ കോർട്ട്, ബഹുനില കെട്ടിടങ്ങൾ. ഞാനിങ്ങനെ ഇത് കണ്ട് അമ്പരം നിൽക്കുമ്പോൾ ഒരു കുഞ്ഞെൻ്റെ അടുത്ത് ഓടി വന്നിട്ട് എൻ്റെ കാലിൽ തട്ടിയിട്ട് വിളിച്ചിട്ട് എന്നോട് പറയുന്നുണ്ട്, അവന് ഗുജറാത്തിയിലും അവൻ ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവൻ ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്, വളരെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ പ്രിൻസിപ്പൽ സാറിനെയാണോ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് എന്നെ പ്രിൻസിപ്പളിൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം എന്നെ സ്വീകരിച്ചത് അവിടുത്തെ വൈസ് പ്രിൻസിപ്പളായിട്ടുള്ള ഒരു അച്ഛനാണ്. അദ്ദേഹം എന്നെ സ്കൂളിൻ്റെ ചുറ്റുപാടുകളൊക്കെ നടന്ന് കൊണ്ടുപോയി കാണിച്ചു. അവസാനം അദ്ദേഹം എന്നെ ആ സ്കൂളിൻ്റെ ടെറസിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അദ്ദേഹം ചുറ്റുമുള്ള പാടശേഖരങ്ങളൊക്കെ കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇവിടേക്ക് ആളുകൾ കൃഷികളാണ് ചെയ്യുന്നത്, പലതരത്തിലുള്ള കൃഷികൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ദൂരെയുള്ള ഒരു ഗ്രാമത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് എന്നോട് ചോദിച്ചു, നീ ആ ഗ്രാമം കാണുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, കാണുന്നുണ്ട്. നിനക്കറിയോ, ആ ഗ്രാമം ഈ ഒരു ഏരിയയിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു ഗ്രാമമാണ്. തൊട്ടുകൂടായ്മയൊക്കെ ഇന്ന് നിലനിൽക്കുന്ന ഒരു സ്ഥലമാണിത്. അവിടുത്തെ ആളുകളുമായിട്ട് ആരും സമ്പർക്കത്തിൽ ഏർപ്പെടാറില്ല, അവരോട് സംസാരിക്കാറില്ല, അവരിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും ആരും മേടിച്ച് കുടിക്കാറില്ല. നിനക്കറിയോ, ആ ഗ്രാമത്തിലെ കുട്ടികളാണ് ഇന്നിവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളും. നിന്നോട് വന്നിട്ട് മനോഹരമായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചത് ആ ഗ്രാമത്തിലൊരു കുട്ടിയാണ്. അപ്പോൾ ഞാൻ അമ്പരന്ന് പോയി. കാരണം ഇത്രയും നല്ലൊരു സ്കൂളിൽ ഇത്രയും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു, ഇത്രയും നല്ല ഫെസിലിറ്റിയിൽ പഠിക്കാനായിട്ട് ഈ കുട്ടികൾക്ക് എങ്ങനെ സാധിക്കുന്നു? അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള ഭദ്രത അവർക്കുണ്ടോ? അപ്പോൾ അദ്ദേഹം എന്നോട് സ്കൂളിൽ സ്ഥാപിച്ച വൈദികനെക്കുറിച്ച് പറയുകയാണ്. ഒരു 18 വർഷം മുമ്പാണ് അവിടെ ഫ്രാൻസിസ് എന്ന് പറയുന്ന CMI അച്ഛൻ എത്തുന്നത്. അദ്ദേഹം എന്നിട്ട് ആ ഗ്രാമത്തിലേക്ക് ചെന്നു. അവിടുത്തെ ശോചനീയമായിട്ടുള്ള അവസ്ഥ കണ്ടിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി, ഇവിടുത്തെ കുട്ടികളെ അഭ്യസിപ്പിച്ചില്ലെങ്കിൽ, ഇവർക്ക് വിദ്യാഭ്യാസം കൊടുത്തില്ലെങ്കിൽ ഈ ഗ്രാമം നശിക്കും. അങ്ങനെ അദ്ദേഹം ആ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഞാൻ തയ്യാറാണ്, അവരെ ഞാൻ പഠിപ്പിക്കാം എന്ന് അവിടുത്തെ മാതാപിതാക്കളോട് പറയുന്നു. പക്ഷേ മാതാപിതാക്കൾ സമ്മതിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. എല്ലാ ദിവസവും അദ്ദേഹം ചെയ്തതെന്താ വെച്ചാൽ, എല്ലാ ദിവസവും ആ ഗ്രാമങ്ങൾ സന്ദർശിക്കും. ഏകദേശം 8 വർഷത്തോളം അദ്ദേഹം നിരന്തരം ആ ഗ്രാമത്തിലെ എല്ലാ വീടുകളും സന്ദർശിച്ചു. അവരുമായിട്ട് നല്ലൊരു അടുപ്പം ഉണ്ടാക്കി, കൂട്ടുണ്ടാക്കി. 8ാമത്തെ വർഷത്തിൻ്റെ അവസാനം അദ്ദേഹം വീണ്ടും ചോദിച്ചു, നിങ്ങളുടെ കുട്ടികളെ ഞാൻ പഠിപ്പിച്ചോട്ടെ? ഇത്തവണ മാതാപിതാക്കൾ അത് അനുവദിച്ചു. അങ്ങനെ അദ്ദേഹം ആ കുട്ടികളെയൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു സ്കൂള് തുടങ്ങുകയാണ്. അപ്പോൾ എനിക്ക് ഉറപ്പാണ്, ഞാൻ ചെന്ന സമയത്ത് ആദ്യത്തെ 10th ബാച്ച് പാസ് ഔട്ട് ആവുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ആ കുട്ടികളൊക്കെ ഇനി വലിയ നിലയിലെത്തും, ആ ഗ്രാമത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറും എന്നുള്ളതാണ്. അപ്പം തൻ്റെ ജീവിതം തനിക്കറിയാത്ത ഏതൊക്കെയോ ആളുകൾക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ച ഇങ്ങനെയുള്ള ഒരുപാട് വൈദികരെയും സിസ്റ്റേഴ്സിനെയൊക്കെ എൻ്റെ മിഷൻ അനുഭവത്തിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ എനിക്ക് കണ്ടുമുട്ടാനും പരിചയപ്പെടാനും അവരുടെയൊക്കെ കൂടെ ജീവിക്കാനും സാധിച്ചത് എൻ്റെ ദൈവവിളിയിൽ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യാനായിട്ടും ഈശോയ്ക്ക് വേണ്ടിയിട്ട് തങ്ങളെ തന്നെ മുഴുവനായിട്ട് കൊടുക്കാനുമായിട്ടൊക്കെ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ചില മനുഷ്യരാണ്. ഒപ്പം തന്നെ ഞാൻ കണ്ടുമുട്ടിയ മറ്റൊരാളുടെ പേര് സിസ്റ്റർ പ്രസന്ന ദേവി എന്നാണ്. അമ്മ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഏകദേശം 42 വർഷത്തോളം ഗുജറാത്തിലെ ഗിർ ഫോറസ്റ്റിനുള്ളിൽ, ഏഷ്യാറ്റിക് ലയനുകളെ ഗിർ ഫോറസ്റ്റിൽ മാത്രമാണ് കണ്ടുമുട്ടുന്നത്. ഇങ്ങനെ സിംഹങ്ങളാൽ നിറഞ്ഞ ആ ഒരു ഫോറസ്റ്റിൽ ഏകദേശം 42 വർഷത്തോളം തപസ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രസന്നാദേവി സിസ്റ്ററിനൊപ്പം ഏകദേശം 2-3 ആഴ്ചയോളം ജീവിക്കാനായിട്ട് എനിക്ക് ഗുജറാത്തിലായിരുന്നപ്പോൾ അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പം ദൈവത്തിന് വേണ്ടി തങ്ങളെ തന്നെ വ്യയം ചെയ്ത, തൻ്റെ സൗന്ദര്യവും തൻ്റെ കഴിവുകളും തൻ്റെ ചെറുപ്പവും ഒക്കെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ത്യജിച്ച് മുഴുവൻ സമയം പ്രാർത്ഥനയിലും ധ്യാനത്തിലും മുഴുകിയ സിസ്റ്റർ പ്രസന്നാദേവിയെ പോലുള്ള ആളുകളുടെ മുഖവും അവരുടെ സ്വാധീനവും അവരുമായിട്ട് ചെലവിട്ട നിമിഷങ്ങളൊക്കെ എൻ്റെ ദൈവവിളിയിൽ എന്നെ ഒത്തിരിയധികം സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങളാൽ ഒത്തിരി റിച്ചായിരുന്നു എൻ്റെ റീജൻസി കാലഘട്ടം എന്ന് പറയുന്നത്. ശരിക്കും സെമിനാരിക്കുള്ളിൽ നിന്ന് പഠിച്ചതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ
ഈ സെമിനാരിയിൽ നിന്ന് വിട്ടുമാറി നിന്ന ഈ ഒരു റീജൻസി കാലം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കപ്പൂച്ചിൻ സഭയുടെ ഫോർമേഷനിൽ ഈ റീജൻസി ഏറെ പ്രാധാന്യം ആയിരിക്കുന്നത്. അങ്ങനെ എൻ്റെ 13 വർഷത്തെ പഠനം പൂർത്തിയാക്കി ഈ കഴിഞ്ഞ നവംബർ മാസം 8-ാം തീയതിയാണ് മാനന്തവാടി രൂപതയുടെ പിതാവായിട്ടുള്ള അഭിമന്യ ജോസ് പുരന്തയുടെ പിതാവിൽ നിന്ന് ഞാൻ എൻ്റെ തിരുപ്പട്ടം സ്വീകരിക്കുന്നത്. ഇന്ന് കുറച്ച് പേർക്കെങ്കിലും എന്നെ പരിചയമുള്ളത് എൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ്. സച്ചിൻ കപ്പൂച്ചിൻ എന്ന് പറയുന്ന ഈ പേജിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ പാട്ടുകളും അതുപോലെ തന്നെ ചെറിയ റിഫ്ലക്ഷൻസൊക്കെ നിങ്ങൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും. പാട്ട് എന്നെ സംബന്ധിച്ച് വളരെ പ്രിയപ്പെട്ടതാണ്. സംഗീതത്തോടൊരു പ്രത്യേകമായിട്ടുള്ള ഇഷ്ടമുണ്ട്. പക്ഷേ ഞാൻ അത്ര മികച്ചൊരു പാട്ടുകാരനോ ഗിറ്റാറിസ്റ്റോ ഒന്നുമല്ല, ഒട്ടും ആയിരുന്നില്ല മുന്നേയും. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വെറുതെ ക്ലാസ്സിലൊക്കെ ചുമ്മാ കൊട്ടി പാടിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ഒത്തിരി നല്ല പാട്ടുകാരും ശാസ്ത്രീയമായിട്ട് പഠിച്ച ഒത്തിരി കുട്ടികളൊക്കെ ഉള്ള ഒരു സ്കൂളിലും ചുറ്റുപാടുകളിലൊക്കെയാണ് ഞാൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാട്ട് നമ്മുടെ ഒരു ഏരിയ ആയിരുന്നില്ല. എങ്കിലും പാട്ട് ഇഷ്ടമായിരുന്നു. വെറുതെ കൂട്ടുകാരുടെ കൂടെ ക്ലാസ്സിലൊക്കെ സിനിമാ പാട്ടുകളൊക്കെ പഠിച്ച് പാടുന്ന ഒരു ശീലവും രീതിയൊക്കെ ഉണ്ടായിരുന്നു. ഗിറ്റാർ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്. 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആയിടെ കണ്ട ഒരു സിനിമയാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഗിറ്റാർ പഠിക്കാൻ വേണ്ടിയിട്ട്. വാരണമായിരം എന്ന് പറയുന്ന ഒരു സിനിമയിൽ സൂര്യ ഞാൻ ഗിറ്റാർ വായിച്ച് പാടുന്ന നെഞ്ചുക്കുൾ പെയ്തിരുന്നു പറഞ്ഞൊരു പാട്ടുണ്ട്. ഈ പാട്ടാണ് ശരിക്കും കേട്ട് എന്നെ ഇൻസ്പയർ ചെയ്തത്. എന്നെ മാത്രമല്ല, എൻ്റെ കൂടെയുള്ള കുറേ കൂട്ടുകാരെയൊക്കെ ഇൻസ്പയർ ചെയ്തു. അതുപോലെ ഗിറ്റാർ വായിച്ച് പാടണം എന്നൊക്കെ ആഗ്രഹിച്ചാണ് ഗിറ്റാർ പഠിക്കാൻ വേണ്ടി ചേരുന്നത്. പക്ഷെ അധിക കാലമൊന്നും ഗിറ്റാർ പഠനം മുന്നോട്ട് പോയില്ല, ഡ്രോപ്പ് ചെയ്യാനായിട്ടിടയായി. പക്ഷേ എങ്കിലും ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി പിന്നീട് പഠനം ഇങ്ങനെ മുന്നോട്ട് പോയി. പിന്നീട് സെമിനാരിൽ ചേർന്നാണ് കൂടുതൽ ഗിറ്റാറൊക്കെ പഠിക്കുന്നത്. ഞാൻ എൻ്റെ ദൈവവിളിയായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പം ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് ഏകദേശം 2.5 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷേ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, സെമിനാരിൽ ചേരുമ്പോൾ ഞാനെടുത്തൊരു തീരുമാനമാണ്. അതിങ്ങനെയാണ്: ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ല. അപ്പം ആ ഒരു തീരുമാനവും ഇന്നത്തെ ഈ ഒരു ഇൻസ്റ്റഗ്രാം പേജും ഒട്ടും ചേരുന്നില്ല, കോൺട്രഡിക്ടറി ആണെന്ന് എനിക്കറിയാം. അതിൻ്റെ കഥയാണ് പറയാൻ വേണ്ടി പോകുന്നത്. അസീസിലെ ഫ്രാൻസിസിനെ കുറിച്ച് ഇങ്ങനെ പറയും. 24-ാമത്തെ വയസ്സിനാണ് അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടാകുന്നത്. മാനസാന്തരം ഉണ്ടായ സമയത്ത് ഫ്രാൻസിസ് എഴുതിയ എഴുത്തുകളിലൊക്കെ അദ്ദേഹം ഇങ്ങനെ കുറിച്ച് വയ്ക്കുന്നുണ്ട്: അന്ന് വരെ എനിക്ക് കയ്പായിരുന്നതെല്ലാം പിന്നീട് എനിക്ക് മധുരമായിട്ട് തീർന്നു. അന്ന് വരെ എനിക്ക് മധുരമായിരുന്നതെല്ലാം പിന്നീട് എനിക്ക് കയ്പായിട്ട് മാറി. അതായത് ഫ്രാൻസിസ് അന്ന് വരെ ആസ്വദിച്ച് ചെയ്തിരുന്ന കാര്യങ്ങളോട് അവന് താല്പര്യമില്ലാതെയായി. അതുവരെ അവന് താല്പര്യമില്ലാതിരുന്ന കാര്യങ്ങളോട് അവന് കൂടുതൽ ഇഷ്ടം ഉണ്ടാവാനും തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. കാരണം എന്നെ സംബന്ധിച്ച് പള്ളിയിൽ പോവുക, പ്രാർത്ഥിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളോടൊക്കെ ഒരു താല്പര്യം കുറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഫ്രാൻസിസിനെ കൂടുതൽ അറിഞ്ഞപ്പോൾ എനിക്ക് അതിനോടൊക്കെ കൂടുതൽ ഇഷ്ടം ഉണ്ടാവാൻ തുടങ്ങി. എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാനും ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ വായിക്കാനും വചനം വായിക്കാനൊക്കെ ഒരു ഇഷ്ടം ഉണ്ടായി തുടങ്ങി. ഒപ്പം തന്നെ എനിക്ക് വല്ലാതെ താല്പര്യം ഉണ്ടായിരുന്ന കാര്യങ്ങളോടുള്ള താല്പര്യം കുറഞ്ഞു പോകാനും തുടങ്ങി. അതിലൊന്നാണ് സോഷ്യൽ മീഡിയ. 8, 9, 10 കാലഘട്ടങ്ങളിലൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമയം ചിലവഴിച്ചിരുന്നത് സോഷ്യൽ മീഡിയയിലായിരുന്നു. ഒരു ഫേസ്ബുക്ക് അഡിക്റ്റ് ആയിരുന്നു ഞാൻ എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് നിങ്ങളെപ്പോലെ, ഇന്നത്തെ കുട്ടികളെപ്പോലെ സ്മാർട്ട് ഫോണോ ഒന്നും ഞങ്ങൾക്കില്ല.
വീട്ടിൽ പഠിക്കാൻ വേണ്ടി മേടിച്ച് തന്ന ഒരു കമ്പ്യൂട്ടറുണ്ട്. ആ കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഉണ്ടായിരുന്നു. മകൻ അസൈൻമെൻറ്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ടും പഠന കാര്യങ്ങൾക്ക് വേണ്ടി ഉപകരിക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ വാങ്ങിച്ചു തന്നതാണ്. പക്ഷേ ഞാനും എൻ്റെ കൂട്ടുകാരൊക്കെ ഇത് ചിലവഴിച്ചിരുന്നത് കൂടുതൽ ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടായ സമയത്ത് അതുകൊണ്ട് തന്നെ ആദ്യം എടുത്തൊരു തീരുമാനം ഇതാണ്: ഇനി ഫേസ്ബുക്ക് ഇല്ല, ഇനി എൻ്റെ ജീവിതത്തിൽ സോഷ്യൽ മീഡിയ ഇല്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സമയം ഞാനിതിൽ ചിലവഴിച്ച് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ല എന്നുള്ളൊരു ദൃഢനിശ്ചയം എടുത്താണ് സെമിനാരിൽ ചേർന്നത്. ഏകദേശം 8 വർഷത്തോളം ഞാൻ അങ്ങനെ മുന്നോട്ട് പോയി. 8ാമത്തെ വർഷം ഒരു കുട്ടികൾക്കൊരു ധ്യാനം എടുക്കുന്നതിന് വേണ്ടിയിട്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വയനാട്ടിലെ കാട്ടിമൂല എന്ന് പറയുന്ന ഇടവകയിൽ പോയതാണ്. അവിടെ കുട്ടികൾക്ക് ഞാനും എൻ്റെ കൂടെയുള്ളൊരു വൈദികനും ഇങ്ങനെ ക്ലാസ്സുകൾ എടുക്കുന്നു. ഒപ്പം തന്നെ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു. സിസ്റ്റേഴ്സ് കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുത്താണ് സഹായിച്ചിരുന്നത്. അപ്പം കൗൺസിലിങ്ങിന് പോയിട്ട് ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടികളുടെ മുഖത്തൊക്കെ ഞാനൊരു പ്രത്യേകത കണ്ടു. അവർ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിരിക്കുന്നത് കണ്ടു. അവരുടെ സങ്കടമൊക്കെ പോകുന്നത് കണ്ടു. അവർ കുറച്ചും കൂടെ റിഫ്രഷ്ഡ് ആയിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് വല്ലാത്ത സംശയം, ഈ കൗൺസിലിങ്ങിന് ശരിക്കും എന്താ സംഭവിക്കുന്നത്? ഞാൻ അങ്ങനെ കൗൺസിലിങ്ങിനൊന്നും പങ്കെടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള സീനിയറായിട്ടുള്ള അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്കൊരു കൗൺസിലിംഗ് അറേഞ്ച് ചെയ്ത് തരാമോ? അച്ഛൻ അവിടെ പ്രായമായിട്ടുള്ളൊരു സീനിയർ സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്ററിനെ വിളിച്ച് എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, ബ്രദറിനൊരു കൗൺസിലിംഗ് കൊടുക്കണം. അപ്പോൾ സിസ്റ്റർ അത് സന്തോഷത്തോടെ ഏറ്റെടുത്തു. ഞങ്ങൾ സങ്കീർത്തിലേക്ക് പോയി. സിസ്റ്റർ ഞാനിങ്ങനെ മുഖാമുഖം ഇരിക്കുകയാണ്. സിസ്റ്റർ ഞങ്ങൾക്കിടയിൽ ഒരു ബൈബിൾ തുറന്നു വെച്ചു. സിസ്റ്റർ അതിന്ന് വചനമൊക്കെ വായിച്ചു. സിസ്റ്റർ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് സിസ്റ്റർ ദൈവം നൽകുന്ന ഓരോ ദർശനങ്ങൾ സിസ്റ്റർ ഇങ്ങനെ പറയുകയാണ്. എൻ്റെ കഴിഞ്ഞ ജീവിതത്തിലെ കാര്യങ്ങൾ, എൻ്റെ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ, പിന്നീട് ഫ്യൂച്ചറിലെ ചില കാര്യങ്ങളൊക്കെ സിസ്റ്റർ പറയാൻ വേണ്ടി തുടങ്ങി. സിസ്റ്ററിനോട് പറഞ്ഞു, ബ്രദർ ഇങ്ങനെ സോഷ്യൽ മീഡിയ എല്ലാം ഉപയോഗിച്ചുകൊണ്ട്, സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഈശോയെക്കുറിച്ച് പറയുന്നതായിട്ടും പാട്ടുകളൊക്കെ പാടുന്നതായിട്ടൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇതാദ്യം കേട്ടപ്പോൾ ഞാനത് ശക്തിയുക്തം എതിർത്തു. കാരണം സിസ്റ്റർ, ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്തതാണ്, ഒരിക്കലും സോഷ്യൽ മീഡിയ അങ്ങനെ വീഡിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും ചെയ്യില്ലെന്ന് തീരുമാനം എടുത്താണെന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ ഓക്കെ പറഞ്ഞു. സിസ്റ്റർ വീണ്ടും പ്രാർത്ഥിച്ച് ഇതേ കാര്യം എന്നോട് പറഞ്ഞു. അപ്പോൾ പിന്നെ വെറുതെ സിസ്റ്ററെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനത് ഓക്കെ പറഞ്ഞ് അംഗീകരിച്ചു. പിന്നീട് ഒരു 2 വർഷങ്ങൾ കഴിഞ്ഞു. ഞങ്ങൾ തിയോളജി പഠിക്കാൻ വേണ്ടി കോട്ടയത്തെത്തി. അപ്പോഴും ഞങ്ങൾക്ക് സ്വന്തമായിട്ട് മൊബൈലോ ഫോണോ ഒന്നുമില്ല. ഞങ്ങൾ 15 പേരാണ് ഞങ്ങളുടെ ബാച്ചിൽ. 15 പേർക്കായിട്ടൊരൊറ്റ കട്ട ഫോണാണ് ഉണ്ടായിരുന്നത്, കീപാഡ് ഫോണാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് പക്ഷേ ഞങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ ലാബ് ഉണ്ടായിരുന്നു. ആ ലാബിൽ ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കുറച്ച് ചിത്രം വരയ്ക്കുന്ന ഒരു ശീലമൊക്കെ എനിക്കുണ്ടായിരുന്നു. വീട്ടിലായിരുന്നപ്പോൾ ഞാൻ വരച്ചിരുന്ന ചിത്രങ്ങൾ ഞാൻ ആദ്യം കാണിച്ചിരുന്നതും എന്നെ ഏറ്റവും കൂടുതൽ ചിത്രം വരയ്ക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ചേട്ടനും ചേച്ചിയാണ്. അപ്പോൾ ഞാൻ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ഇത് അവരെ കാണിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വിഷമം എനിക്കുണ്ട്. വർഷത്തിലാകെ 15 ദിവസം ഞങ്ങൾക്ക് ലീവുള്ളൂ. അപ്പോൾ ഞാൻ വരച്ച ചിത്രങ്ങൾ അവരെ കാണിക്കാൻ എനിക്ക് 1 വർഷം കാത്തിരിക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ ചിത്രങ്ങൾ ഒന്ന് സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ അവിടെ നിന്ന് ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ചേട്ടനും ചേച്ചിയും ഫോളോ ചെയ്യുകയാണെങ്കിൽ അവരെന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞാനത് പോസ്റ്റ് ചെയ്താൽ അവർക്ക് കാണാമല്ലോ. അങ്ങനെ ചിന്തിച്ച് എൻ്റെ ചിത്രങ്ങൾ എൻ്റെ ചേട്ടനെയും ചേച്ചിയെയും കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ആരംഭിച്ചതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. അങ്ങനെ കുറച്ച് കാലങ്ങൾ കടന്നുപോയി. അപ്പോഴാണ് ഇങ്ങനെ മുറിയിൽ എൻ്റെ പഴയ ഗിറ്റാർ ഇങ്ങനെ പൊടി പിടിച്ചിരിക്കുന്നത് കണ്ടത്. അതെടുത്ത് ചുമ്മാ ഒരു പാട്ട് ഒന്ന് പാടി നോക്കാം എന്ന് വിചാരിച്ച് ഒരു ചെറിയ വീഡിയോ ചെയ്തു. അത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. അതിനൊത്തിരി നല്ല കമൻറ്റുകൾ ലഭിച്ചു. നല്ല കമൻറ്റുകളെന്ന് ഉദ്ദേശിക്കുന്നത്, ചിലർ എന്നോട് പറഞ്ഞു ഞങ്ങൾ ഒത്തിരി ഡൗൺ ആയിരുന്നൊരു മൊമെൻ്റ് ആയിരുന്നു, പക്ഷേ ഈ പാട്ട് കേട്ടപ്പോൾ അത് ദാറ്റ് മെയ്ഡ് അവർ ഡേ, ദാറ്റ് മെയ്ഡ് മൈ ഡേ. ഞാൻ ദൈവത്തിൽ നിന്ന് ഒത്തിരി അകന്നു കഴിയായിരുന്നു, പക്ഷേ ഈ ഒരു പാട്ട് ദൈവത്തിൻ്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യാനായിട്ട് എന്നെ സഹായിച്ചു എന്നൊക്കെ കുറേ പേര് അഭിപ്രായപ്പെട്ടു. അത് ദൈവത്തിൻ്റെ ഒരു വിളിയായിട്ട് ഞാൻ സ്വീകരിച്ചു. കൂടുതൽ ഗാനങ്ങൾ ചെയ്തു, കൂടുതൽ പാട്ടുകൾ ചെയ്തു, ചില റിഫ്ലക്ഷൻസ് ചെയ്യാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ വീഡിയോകളും പാട്ടുകളും റിഫ്ലക്ഷൻസൊക്കെ കൂടുതൽ ആളുകളിലേക്കൊക്കെ എത്തിച്ചേർന്നു. അങ്ങനെയാണ് പിന്നീട് അങ്ങോട്ട് ഒത്തിരി വീഡിയോകൾ ചെയ്യാനായിട്ട് തുടങ്ങിയതും ഇന്നത്തെ ഒരു സ്ഥിതിയിലേക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എത്തിയതും നിങ്ങളിൽ ചിലരൊക്കെ എന്നെ കാണാനായിട്ട് ഇടയായതൊക്കെ. അപ്പം ഒരിക്കലും ഒത്തിരി വലിയൊരു പാട്ടുകാരനോ ഒന്നും ആയിരുന്നില്ല. ഒത്തിരി പാട്ടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗിറ്റാറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി സയൻറ്റിഫിക്കായിട്ട് പഠിച്ചിട്ടുള്ള ആളൊന്നും അല്ല ഞാൻ. എങ്കിലും നമ്മുടെ കൊച്ചു കഴിവുകൾ, നമ്മൾ ഈ ബൈബിളിൽ വായിക്കുന്ന പോലെ ഈശോയ്ക്ക് 5 അപ്പവും 2 മീനും കൊടുത്ത ആ ഒരു ബാലനെ പോലെ അവൻ്റെ കയ്യിലുള്ളത് ദൈവത്തിന് കൊടുത്തപ്പോൾ ദൈവം അത് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുഞ്ഞു കഴിവുകൾ ഈശോയ്ക്ക് സമർപ്പിച്ചപ്പോൾ ഈശോ അത് അവൻ്റെ സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടിയിട്ട്, അവൻ്റെ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുകയാണ്. ഇന്ന് ഞാൻ ഇപ്പോഴാണ് ശരിക്കും സംഗീതമൊക്കെ കൂടുതൽ പഠിക്കാൻ വേണ്ടി ആരംഭിച്ചത്.
ഇന്ന് ഞാൻ വെസ്റ്റേൺ വോക്കൽ മ്യൂസിക്കിലും അതുപോലെ തന്നെ വെസ്റ്റേൺ മ്യൂസിക് തിയറിയിൽ എൻ്റെ ഗ്രേഡുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വോക്കൽ മ്യൂസിക്കിൽ ഞാൻ എൻ്റെ 5th ഗ്രേഡ് കഴിഞ്ഞു. തിയറിയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഭാവിയിൽ മുന്നോട്ടും പാട്ടുകൾ പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പം ദൈവം നമ്മളുടെ കൊച്ചു കഴിവുകളെയൊക്കെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ എനിക്കെല്ലാവരോടും പറയാൻ വേണ്ടിയിട്ടുള്ള ഇത് തന്നെയാണ്. നമുക്കുള്ളത് എന്താണോ അത് ഈശോയ്ക്ക് കൊടുക്കുക. അവനതെടുത്ത് അവന് വേണ്ടതുപോലെ ഉപയോഗിച്ചോളും. ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ ഏറ്റവും വിനയത്തോടെ നിലകൊള്ളുക. തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തിക്കൊള്ളും എന്നുള്ളൊരു വചനമാണ് എൻ്റെ മനസ്സിലേക്ക് വരിക. അപ്പം തന്നെ ഇന്നത്തെ യുവജനങ്ങളോട് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത് ഇത് തന്നെയാണ്. ഒത്തിരി നമ്മുടെ ലോകം മെയിനായിട്ടും 3 കാര്യങ്ങളുടെ പിന്നാലെയാണ്. പ്ലഷർ, പവർ, അതുപോലെ തന്നെ മണി. സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും സുഖസൗകര്യങ്ങളുടെയും പിന്നാലെയാണ് ലോകം. അസീസിയിലെ ഫ്രാൻസിസിൽ ഞാൻ കണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. ഈ 3ൻ്റെയും പിന്നാലെ ഓടിയവനായിരുന്നു ഫ്രാൻസിസ്. പക്ഷേ ഫ്രാൻസിസിനെ പെട്ടെന്ന് ദൈവം തൊടുന്നു. അവൻ ഇതെല്ലാം ഉപേക്ഷിച്ച് ഇതിനും മുകളിൽ വിലപ്പെട്ട, ഇതിലും മേലെ വിലപ്പെട്ടതായിട്ടുള്ള, ഇതിലും ഉപരി വിലപ്പെട്ടതായിട്ടുള്ള ഒന്നിനെ കണ്ടെത്തി അതിൻ്റെ പിന്നാലെ ഓടി തുടങ്ങുകയാണ്. അപ്പോൾ ഞാനും എൻ്റെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി ഓടിത്തുടങ്ങാനായിട്ട് ആരംഭിച്ചത് ഈ ഒരു കാര്യത്തിൽ തന്നെയാണ്. എന്തിൻ്റെ പിന്നാലെയാണ് ഫ്രാൻസിസ് ഓടിയതെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഓടിത്തുടങ്ങുമ്പോൾ. പക്ഷേ പണത്തെക്കാളും സുഖസൗകര്യങ്ങളെക്കാളും അധികാരത്തെക്കാളൊക്കെ മുകളിൽ വിലപ്പെട്ടതായിട്ടുള്ള എന്തോ ഒന്നുണ്ട് എന്നൊരു സത്യം എനിക്കറിയായിരുന്നു. പലരും പലപ്പോഴായി ചോദിക്കാറുണ്ട്, എന്തിനാണ് നിങ്ങൾ അച്ഛനാവാൻ വേണ്ടി പോയത്? അതെ, ഒന്ന് ചിന്തിച്ചാൽ ഇതിനും വലിയൊരു മണ്ടത്തരമുണ്ടോ? നമ്മുടെ ആയുസ്സും നമ്മുടെ ചെറുപ്പവും നമ്മുടെ യുവത്വവും ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് ഭ്രാന്താണോ നമുക്ക്? ഇങ്ങനെ ചോദിക്കുന്നവരോടൊക്കെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരനുഭവമാണ്, എന്നും ഉണ്ടാവുന്ന ഒരനുഭവം. അത് ഓരോ പുരോഹിതൻ്റെയും ഓരോ സന്യാസിയുടെയും ജീവിതത്തിലുണ്ടാകുന്നൊരനുഭവമാണ്. അതാണ് അവരെ ഇങ്ങനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നതും. ദേവാലയത്തിൽ ലൈറ്റുകളൊന്നും ഇല്ലാതെ രാത്രി ഒറ്റയ്ക്ക് ആ കുരിശിൻ്റെ ചുവട്ടിൽ പോയിരിക്കുമ്പം, ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിൽ പോയിരിക്കുമ്പം, അല്ലെങ്കിൽ സക്രാരിക്ക് മുന്നിൽ പോയിരിക്കുമ്പം ഓരോ വൈദികൻ്റെയും ഓരോ സന്യാസിയുടെയും സന്യാസിനിയുടെയും ഉള്ളിൽ നിറയുന്നൊരു ബോധ്യമുണ്ട്. അതെ, ഈ മനുഷ്യന് ഞങ്ങളെ മനസ്സിലാവുന്നുണ്ട്, ഈ മനുഷ്യന് ഞങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ലോകത്തിലെ ഒരു മനുഷ്യർക്കും നമ്മളെ യേശുവിനോളം മനസ്സിലാക്കാൻ പറ്റില്ല എന്ന തിരിച്ചറിവ് തന്നെയാണ് ഈ ജീവിതത്തിലേക്ക് എന്നെ ഇങ്ങനെ എന്നും ആകർഷിക്കുകയും എന്നെ ജീവിതത്തിൽ പിടിച്ചു നിർത്തുകയും ചെയ്യുന്ന ഒരു ഘടകം. സങ്കടത്തോടെയും ചിലപ്പോൾ സന്തോഷത്തോടെയും ചിലപ്പോൾ നിരാശയോടെയും ചിലപ്പോൾ ദേഷ്യത്തോടു കൂടിയൊക്കെയാണ് ഈശോയുടെ മുന്നിൽ പല ദിവസങ്ങളിൽ എത്താറ്. പക്ഷേ ഈശോയുടെ മുന്നിൽ കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു ബോധ്യം നിറഞ്ഞു കവിയുകയാണ്, ഈ മനുഷ്യൻ എന്നെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ അവിടെ വാക്കുകളുടെ ആവശ്യമില്ല, ഈശോയോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, നമ്മളറിയാതെ കരഞ്ഞു തുടങ്ങുകയാണ്. അതെ, യേശുവിനോളം എന്നെ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനെയും ഈ ഭൂമിയിൽ ഞാൻ ഇന്നുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ജീവിതം എനിക്ക് ഏറെ ആസ്വാദികരവും ഏറെ ഇഷ്ടപ്പെട്ടതുമായിരിക്കുന്നത്. അച്ഛനാവാൻ പോയത് അതുകൊണ്ട് തന്നെയാണ്. അപ്പം പ്രിയപ്പെട്ട യുവജനങ്ങളോട് എനിക്ക് പറയാൻ ഉള്ളത് ഇത് തന്നെയാണ്. ഈശോയോളം നിങ്ങളെ മനസ്സിലാക്കുന്ന ആരുമില്ല. നിങ്ങൾ എന്തിൻ്റെയൊക്കെ പിന്നാലെ പാഞ്ഞാലും ആരുടെയൊക്കെ പുറകെ പോയാലും ഈശോയോളം നിങ്ങളെ മനസ്സിലാക്കുന്ന ആരുമില്ല. ആ ഈശോയെ നഷ്ടപ്പെടുത്തരുതേ, ആ ഈശോയെ മിസ് ചെയ്യരുതേ എന്നൊരു അപേക്ഷ മാത്രം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മ
നന്മകൾ പോലുമേ എനിക്കേകിയോനു സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനു സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ.